സ്വാഗതം പറയുന്നതിനായി ശ്രീമതി കെ കെ തുളസി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സച്ചിദാനന്ദത്തിലെ വിദ്വത്സൻസിന് നമസ്കാരം. അധിക പ്രസംഗത്തിനുള്ള സമയമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വൈലോപ്പിള്ളി ഗ്രൂപ്പിന്റെ ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാവ്യ സമീക്ഷ ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് കാവ്യ സമീക്ഷ, രണ്ടാമത്തെ കാവ്യ സമീക്ഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ലതാറാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനെ ലതാറാമിനെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പ്രബന്ധം, രണ്ടാമത്തെ ടീമിന്റെ ഒന്നാമത്തെ പ്രബന്ധമായിട്ട് ദർശനയുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ദർശന നമ്മുടെ വൈലോപ്പിള്ളി ടീമിന്റെ അഭിമാനമാണ്, എടുത്ത് പറയാതെ വയ്യ. എന്താന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുകൾക്കിടയിലും വളരെ മനോഹരമായി എഴുതുകയും ഈ നമ്മുടെ സച്ചിദാനന്ദവുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളെല്ലാം വളരെ നീണ്ട ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രബന്ധങ്ങൾ നമ്മുടെ കാവ്യശിഖയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ദർശന. ഏത് രംഗത്ത് കൈവച്ചാലും അവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് ദർശന എന്ന് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഷയം സച്ചിദാനന്ദ കവിതയിലെ ലിംഗനീതി അവതരിപ്പിക്കുന്ന വിഷയം. അടുത്ത പ്രബന്ധം 4 അവതരിപ്പിക്കുന്നത് ജിബിൽ പെരേരയാണ്. ജിബിലും വൈലോപ്പിള്ളി ഗ്രൂപ്പിന്റെ അഭിമാനമാണ്, ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ്. പ്രത്യേകിച്ചും വളരെ വ്യത്യസ്തമായ രീതിയിൽ പുതിയ കാല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് കവിത എഴുതുന്ന വളരെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ജിബിലിന്റെ സവിശേഷത അതാണ്. നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എഴുതുന്നതിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് ജിബിൽ പെരേര അവതരിപ്പിക്കുന്നത് സച്ചിദാനന്ദന്റെ ഭക്തി പ്രസ്ഥാന കവിതകൾ. അതിനെക്കുറിച്ചാണ് പ്രബന്ധം അവതരിപ്പിക്കുന്നത്. അപ്പൊ ജിബിലിനെയും ദർശനെയും ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 2 പ്രബന്ധാവതാരകര്. അടുത്തായിട്ട് നമ്മുടെ പരിപാടിക്ക് നന്ദി പറയുന്നത് സുഭാഷ് പോണോളി. സുഭാഷും നമ്മുടെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വളരെയധികം എഴുത്തുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുന്ന ഒരാളാണ് സുഭാഷ് പോണോളി. അദ്ദേഹവും വളരെ ബിംബസമൃദ്ധമായ കവിതകൾ എഴുതുന്ന ആളാണ്. സച്ചിദാനന്ദവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സച്ചിദാനന്ദന്റെ കവിതകളെ കുറെ കൂടി ആഴത്തിൽ അറിയാനായിട്ട് ഈ പരിപാടി സഹായിച്ചിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായി സഹായിച്ച കാര്യമാണ് പറയുന്നത്. സച്ചിദാനന്ദനെ ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല, വളരെ കുറച്ചേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു നേട്ടം അതാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ എനിക്ക് സ്വയവും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രബന്ധങ്ങൾ വായിക്കുന്നത് അതുവഴിയും ഈ കവിതകളെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതോ സച്ചിദാനന്ദനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കവിതകളിലൂടെ, അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ പോകുമ്പോൾ, ഇവർ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളിലൂടെയും ഒക്കെ പോകുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം തൊടാത്ത ഒരു വിഷയവുമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം തൊട്ട് പോയിട്ടുണ്ട്. അത് വളരെ വളരെ കഴിവുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാ വിഷയങ്ങളും തൊട്ടെഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ആ രീതിയിൽ കുറച്ചുകൂടെ അറിയാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കൂടാതെ ഇനി സ്വാഗതം പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത് കേൾക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും, സാഹിത്യ പുതുകികളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി. കാവ്യസമീക്ഷ 2 അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമതി ലതാറാമാണ്. ശ്രീമതി ലതാറാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സച്ചിദാനന്ദ കാവ്യോത്സവം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കാവ്യശിഖ എന്ന എല്ലാ ഗ്രൂപ്പുകൾ തുറക്കുമ്പോഴും സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതകൾ പാടുന്നു, ചൊല്ലുന്നു, അവലോകനം ചെയ്യുന്നു. പിന്നെ ഒരുപാട് കവിതകൾ വരുന്നു. അതിനെ പല രീതിയിൽ എല്ലാവരും നിരീക്ഷിക്കുന്നു, നോക്കി കാണുന്നു, എഴുതുന്നു. ഇങ്ങനെ നമ്മളെ സച്ചിമാഷിൻ്റെ എല്ലാ കവിതകളും നേരം വെളുക്കുമ്പോൾ തൊട്ട് നമ്മൾ കിടക്കുന്നത് വരെ സച്ചിമാഷിൻ്റെ കവിതകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നും നമ്മൾ ഈ കവിതകളിലൂടെ പോകുമ്പം ശരിക്കും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് സച്ചിമാഷിനെ തോന്നുന്നത്. ഇപ്പം
അത്രയ്ക്കും നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഇത്ര കവിതകളൊന്നും ഞാൻ മാഷിൻ്റെ വായിച്ചിട്ടില്ല. വീക്കിലികളിലൊക്കെ വരുമ്പോൾ വായിക്കാന്നല്ലാതെ ഇത്രയധികം കവിതകൾ ഞാൻ വായിച്ചത് ഈ നമ്മുടെ കാവ്യശിഖ ഗ്രൂപ്പിലൂടെയാണ്. അപ്പോൾ സച്ചി മാഷിൻ്റെ കവിതകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് 2 പേരാണ്. ഒന്ന് ദർശന ചേച്ചിയും, 2 ദീപിൽ പെരേരയും. ദർശന ചേച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും വെറുപ്പിക്കുന്നില്ല. കാരണം ഞാൻ വിചാരിക്കും ഇത്രമാത്രം സമയം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. കാരണം കഥാതൽപ്പ ഗ്രൂപ്പിൽ എടുത്തു നോക്കിയാൽ ചേച്ചീൻ്റെ ഒരു കുറിപ്പ് കാണാം, ചേച്ചീൻ്റെ കഥ കാണാം, മറ്റുള്ളവർ എഴുതിയിട്ടിരിക്കുന്നതിൻ്റെ വിശകലനം കാണാം, അവലോകനം കാണാം. കാവ്യശിഖ എടുത്തു നോക്കിയാൽ എല്ലാ കവിതകളുടെയും ചേച്ചി പോകുന്ന കാണാം, എല്ലാ കമൻറ്റുകളും ചേച്ചി ഇടുന്ന കാണാം. ചേച്ചി ജോലിക്കും പോകുന്നുണ്ട്. ഇത്രമാത്രം സമയം ചേച്ചിക്ക് എവിടെ കിട്ടുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ജിബിൽ പെരേരയുടെ കവിതകൾ. മിക്കതും പ്രണയത്തിൻ്റെ പല പല ഭാവങ്ങളും തലങ്ങളിലൂടെയാണ് ജിബിൽ പെരേര പോകുന്നത്. അത് കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ പ്രണയ തലങ്ങളിലൂടെ പോകുന്ന അസലായിട്ട് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള കവിതകളാണ്. അപ്പം ഞാൻ ദർശന ചേച്ചിയെ വിളിക്കാം. സച്ചിദാനന്ദ കവിതയിലെ ലിംഗനീതി എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് സച്ചിദാനന്ദ മാഷിൻ്റെ കവിതകളിലൂടെ ചേച്ചി പോകുന്നത്. ജിബിൽ പെരേര സച്ചിദാനന്ദ ഭക്തി പ്രസ്ഥാന കവിതകളിലൂടെയാണ് പോകുന്നത്. നമുക്ക് ഇവർ 2 പേരുടെയും പ്രബന്ധ അവതരണങ്ങൾ കേൾക്കാം. ദർശന ചേച്ചിയെ വിളിക്കുന്നു. സച്ചിദാനന്ദ മാഷിന്റെ കവിതകളെ കുറിച്ച് അതും പ്രത്യേകിച്ച് സച്ചിദാനന്ദൻ കവിതകളിലെ ലിംഗനീതി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രബന്ധം 10 മിനിറ്റിൽ അവതരിപ്പിക്കുക എന്ന ഈ വെല്ലുവിളിയിൽ ഒരുപക്ഷെ ഞാൻ തോറ്റുപോയേക്കാം. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്, സത്യമാഷിനൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നറിയാം. എന്നാൽ ഈ ലിംഗനീതി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, സാംസ്കാരികവും ചരിത്രപരവുമായും വളരെയധികം വൈവിധ്യങ്ങളും സവിശേഷതകളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ മേഖലകളിലും ലിംഗനീതി അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നാട്. ഈ നീതി നിഷേധങ്ങളെല്ലാം തന്നെ വർണ്ണ വ്യത്യാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്ത്രീയുടെ സ്വത്വബോധത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് ലിംഗസമത്വ സമരത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഇതിന്റെ ഒപ്പം തന്നെ ഇപ്പോ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിന്റെ സ്വാതന്ത്ര്യബോധവും ലെസ്ബിയൻ വിഭാഗങ്ങളുടെ അവകാശ ബോധവും ഉയർക്കൊണ്ടത് ഈ സ്ത്രീകളുടെ ഈ ലിംഗ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരങ്ങളുടെ ഒരു ഭാഗമായാണ്. തങ്ങൾക്കും ഒരിടമുണ്ട് ഈ സമൂഹത്തിൽ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെതായ ഇടങ്ങളിലേക്കുള്ള ഇവരുടെ ഈ സംഘടിതമായ ഈ മുന്നേറ്റങ്ങൾക്ക് ഈ ലിംഗനീതി പഠനങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇത് കൂടുതൽ ഏറ്റവും ആദ്യം ഈ പഠനങ്ങൾ ആരംഭിച്ചത് കേരളത്തിന്റെ ഈ പ്രത്യേക സാമൂഹ്യ അന്തരീക്ഷം കൊണ്ടാണ്. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഏറെ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടും ഈ അസമത്വങ്ങൾ, ഈ വർണ്ണ ലിംഗാധിഷ്ഠിതമായ അസമത്വങ്ങൾ സമൂഹത്തിൽ ഏറി വരുന്നു എന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ്. ഇത്തരം നീതി നിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. വസ്തുതകളെ വളച്ചൊടിക്കുകയും അതേസമയം തന്നെ നീതി നിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് എഴുത്ത് എന്നത് പ്രതിരോധമാകുന്നത്. എഴുതുവാൻ തങ്ങളുടെ ഇടങ്ങളെക്കുറിച്ച് എഴുതുന്ന ഇടങ്ങളെക്കുറിച്ച് എഴുത്തുകാർ ബോധവാന്മാരാകേണ്ടതും. ഈ ഇതര ഭാഷാ സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ മലയാളത്തിലും പുരുഷാധിപത്യത്തിന്റെ ഒരു രീതികളായിരുന്നു ഇതുവരെയും കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ വർത്തമാനകാലത്ത് ആൺപെൺ വിഭജനങ്ങൾക്ക് അപ്പുറത്ത് ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ക്വിയർ സാഹിത്യങ്ങൾ ഉരുവം കൊണ്ടതും ലിംഗനീതി എന്ന വിഷയത്തിന്റെ സങ്കീർണതയെ വെളിപ്പെടുത്തുന്നു. വിജയരാജമല്ലികയെ പോലെ, ആദിയെ പോലെ ഒരുപാട് എഴുത്തുകാർ തങ്ങളുടെ സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് സാഹിത്യത്തെ കൂട്ടുപിടിച്ച് വരുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ മുന്നേറ്റങ്ങളും ഈ അസമത്വത്തെ ഇല്ലായ്മ ചെയ്യുകയില്ല. എന്നാൽ ഒരു പരിധിവരെ ചില പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും.
സച്ചിദാനന്ദൻ കവിതകളിലെ ലിംഗനീതി അഥവാ കാവ്യനീതി എന്ന് പറയുമ്പോൾ തനിക്ക് മറ്റുള്ളവർക്കുമായി നിരന്തരം വാതിലുകൾ തുറന്നിടുന്ന ഒരു കവിയാണ് സച്ചിദാനന്ദൻ. തന്നോടും വായനക്കാരോടുമുള്ള വാചാടോപരഹിതമായ സംഭാഷണം, വാക്യങ്ങളുടെ ആകർഷകമായ സുഗമത, സൂക്ഷ്മമായ വിരോധാഭാസം. സച്ചിദാനന്ദൻ കവിതകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇറ്റാലിയൻ കവിതയുടെ വിവർത്തകനായിരുന്ന കാർലോ സാവിനിയുടെ ഈ വാക്കുകളാണ് ഏറ്റവും ഉചിതമായത് എന്ന് തോന്നുന്നു. അദ്ദേഹം ലിംഗവർണ്ണ വൈവിധ്യത്തിലുള്ള വ്യത്യാസങ്ങൾക്കെതിരെ നിരവധി എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. സംവാദാത്മകമായ ഒരു ശൈലിയാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ അനുഭവ പരിസരങ്ങളിലുള്ള സ്ത്രീ വ്യക്തിത്വങ്ങളുമായി ഇടപഴകിയതിൽ നിന്നും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അതിജീവന ശക്തിയുള്ളവരാണ് എന്ന ഒരു നിരീക്ഷണം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു സ്ത്രീയുടെ ജനനം മുതൽ അവസാനം വരെയുള്ള ഒരു കാലം മറ്റുള്ളവർക്കായി ജീവിച്ച് തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളും എല്ലാം മാറ്റിവെച്ച് അവസാനം ഒരു വിശ്രമിക്കാൻ ഒരു സമയം കിട്ടുന്നത് അവസാന കാലത്താണ്. ആ ഒരു കവിത ഒരു സ്ത്രീയുടെ ജീവിതമാണ് അതിൽ അദ്ദേഹം വരയ്ക്കുന്നത്. അതിനൊപ്പം നിൽക്കുന്നതിലൂടെ, അവളെ അടയാളപ്പെടുത്തുന്നതിലൂടെ സ്ത്രീക്കൊപ്പം നിൽക്കുന്ന ഒരു കവി മനസ്സ് നമുക്ക് കാണാനായി സാധിക്കും. കയറ്റം എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിത ഒരു ആത്മപരിശോധനയാണ് നടത്തുന്നത്. പുലരിയിൽ കണ്ണാടി നോക്കി ഞാൻ ഞെട്ടുന്നു, ഉടലാകെ നീളുന്ന രോമം, അത് മൂടി വെക്കുവാൻ മുഴുക്കൈയുടുപ്പിട്ട് മുരളുന്നു ഞാൻ ചായ വേഗം, അതുമൊത്തുവാൻ വാ തുറക്കെ നീ കണ്ടുവോ നിണമണിഞ്ഞൻ ദ്രംഷ്ട രണ്ടും. എതിരെ വരുന്നവർക്കൊക്കെ ദ്രംഷ്ടകളാണ് അത്ര. അത് കണ്ട് ഖിന്നനാകുന്ന കവിയോട് ചങ്ങാതി പറയുന്നത് ഈ ദ്രംഷ്ടയും പുരുഷത്വത്തിന്റെ പൗരുഷത്തിന്റെ ഒരു അടയാളമാണെന്നാണ്. രോമവും നഖവും മുരൾച്ചയും പോലെ പൗരുഷത്തിന്റെ ഒരു അടയാളമാണ് ഈ ദ്രംഷ്ടയും എന്ന് പറഞ്ഞാണ് കവിയെ ചങ്ങാതി ആശ്വസിപ്പിക്കുന്നത്. ഈ ചങ്ങാതിയാകുന്ന ഈ ബഹുഭൂരിപക്ഷത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി കവി കിനാവ് കാണുന്നത് ഒരു മലയാണ്. പിതൃക്കളുടെ ശ്വാസത്തിൽ ഉരുകുന്ന അതിന്റെ കീഴിലുള്ള നീല തടാകത്തിൽ നിന്നും ഒരു കല്ല് മുങ്ങിയെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്നത് എന്തും സാധ്യമാകുമെന്ന് പങ്കാളിയെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടേക്കുള്ള യാത്ര, അതാണ് ഈ കയറ്റം എന്ന കവിതയിൽ പറയുന്നത്. അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കയറുന്നത്. അവിടേക്കുള്ള യാത്രയിൽ, ആ പോരാട്ടത്തിൽ തന്റെ ശ്വാസം നിലച്ചു പോയേക്കാമെങ്കിലും നീ ഒറ്റയ്ക്ക് കയറിയേ മതിയാകൂ എന്ന് പറയുന്നതിലൂടെ തന്റെ സ്വത്വം നിലനിർത്താൻ ഒറ്റയ്ക്ക് പോരാടണമെങ്കിൽ അത് ചെയ്യണമെന്നാണ് കവി പറയുന്നത്. അങ്ങനെ സ്ത്രീയുടെ അതിജീവന യാത്രകൾക്ക് കൂട്ടായിരിക്കേണ്ടത് എപ്പോഴും പുരുഷനാണെന്ന് ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ സ്ത്രീ പുരുഷ സമത്വമില്ലാതെ സമൂഹത്തിന് പൂർണ്ണത കൈവരിക്കാനാവില്ല എന്നുമാണ് കയറ്റം എന്ന കവിതയിൽ പറയുന്നത്. ആണ്ടാളിന്റെ പ്രണയത്തെക്കുറിച്ചും അക്ക മഹാദേവിയെക്കുറിച്ചും എഴുതുമ്പോഴും അതുപോലെ മീര പാടുന്നു എന്ന കവിതയിലും സ്വത്വം നിലനിർത്താനായി അവർ അനുഭവിച്ച മാനസിക പീഡകളെയും സംഘർഷങ്ങളെയും കവി മറക്കുന്നില്ല. അവർക്ക് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുകയോ വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയോ അതുപോലെ തന്നെ വിഷ്ണുവിനെയോ ശിവനെയോ വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനെയോ കാമുകരായി സങ്കല്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ സ്വത്വം തനിക്ക് എതിരെയുള്ള ഈ അടിച്ചമർത്തലുകൾക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് അത് അവർ അങ്ങനെ ചെയ്തത്. അതുപോലെ 13 വയസ്സുള്ള പെൺകുട്ടി എന്നൊരു കവിത, അത് നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ, കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതാണ്. അവൾ പൂമ്പാറ്റകളെ മറക്കുവോളം സ്വപ്നങ്ങളിൽ മുങ്ങി മരിച്ചിട്ടുള്ളവളാണ്. അതുപോലെ അവൾ താരാട്ടുകളെ പിന്നിലാക്കി ഇരുട്ടിന്റെ ഗുഹകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവൾക്ക് 43 വയസ്സിന്റെ പക്വതയുണ്ട്. അവൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാം, പല്ലുകൊണ്ടും പാട്ടുകൊണ്ടും എന്നാണ് അദ്ദേഹം എഴുതുന്നത്. എന്നാൽ നമ്മൾ അവളുടെ ഉടലിലെ പനിനീര് മാത്രം കാണുന്നു, അതിലെ മുള്ളുകൾ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 13 വയസ്സുള്ള പെൺകുട്ടി പാതാളത്തിൽ കാലുകുത്തി നിന്ന് മഴവില്ലുകളെ സ്പർശിക്കുന്നു. ഒരു ദിവസം അവൾ വെളുത്ത കുതിരപ്പുറത്ത് വാളുമായി പ്രത്യക്ഷപ്പെടും. മേഘങ്ങളിലെ കുളമ്പടികൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയും പുരാണങ്ങളിലെ 10ാമത്തെ അവതാരം പെണ്ണാണെന്ന്. അതീന്ദ്രിയ ബോധത്തിന്റെ സഹായത്തോടെ പലപ്പോഴും കവികൾ ഭാവിയെ മുൻകൂട്ടി കാണുന്നുവെന്ന് തോറ പറയുന്നുണ്ട്. ഈ ജ്ഞാനത്തിന്റെ ബോധം ഉൾക്കൊണ്ട് പുരാണങ്ങളിൽ പറയുന്ന 10ാമത്തെ അവതാരം പെണ്ണാണെന്ന് സച്ചിദാനന്ദൻ മാഷെ പ്രസ്താവിക്കുന്നതിലൂടെ വരാൻ പോകുന്ന കാലത്തിൽ അടിച്ചമർത്തലുകളുടെയും അടിമത്തത്തിന്റെയും ഉടലൂരിയെറിഞ്ഞ് അവൾ സ്വതന്ത്രയാകുമെന്നും അതിജീവനത്തിന്റെ ഗാഥകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം മുൻകൂട്ടി കാണുന്നു.
അതുപോലെ സ്ത്രീയും പ്രകൃതിയും ഒന്നാണെന്ന ബോധം ഉണർത്തുന്ന നിരവധി കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലിംഗ വർഗ വർണ്ണാധിഷ്ഠിതമായ അസമത്വങ്ങളെ സമൂഹത്തിന് മുന്നിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നതിന് എഴുതിയിട്ടുണ്ട്. തീവ്ര വിപ്ലവകാരിയായിരുന്ന കഞ്ഞു സന്യാലിന്റെ ആത്മഹത്യ വേദനയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുതിയ അവിടെ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത് ദണ്ഡവാടെ വീണ്ടും വീണ്ടും മാനഭംഗം ചെയ്യപ്പെട്ട ഒരു ആദിവാസി സ്ത്രീയാണ് എന്നാണ്. അനീതിക്കിരയാക്കപ്പെടുന്ന കലാപവും വേട്ടയാടലുകളും തുടർ കലാപങ്ങളും അരങ്ങേറുന്ന ഒരു നാടിനെ നിരന്തരം മാനഭംഗം ചെയ്യപ്പെടുന്ന ഒരു ആദിവാസി സ്ത്രീയോട് ഉപമിക്കുന്നതിലൂടെ അദ്ദേഹം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന നീതി നിഷേധത്തിന്റെ ചിത്രങ്ങള് ലിംഗാധിഷ്ഠിതം മാത്രമല്ല വർഗവർണ്ണാധിഷ്ഠിതം കൂടിയാണ്. ആശയപരമായി ആദർശപരമായും പോരാടി പിന്മടങ്ങുന്നവന്റെ സഞ്ചിയിൽ നിറയെ തോറ്റ യുദ്ധത്തിന്റെ പാട്ടുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുമ്പോൾ പ്രത്യയ ശാസ്ത്രങ്ങളെ നീതി നിഷേധങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നവരെ കുറിച്ച്, പുതിയ സ്വേച്ഛാധിപതികളുടെ ഉദയത്തെക്കുറിച്ച് കവി നൽകുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല. അതുപോലെ 1979 എഴുതിയ ബോധവതി എന്ന കവിതയിൽ സ്ത്രീയുടെ അഹംബോധത്തിന്റെ ആവിഷ്കരണങ്ങളാണ്. ആശാന്റെ ചണ്ടാല ഭിക്ഷുകിക്കും ടാഗോറിന്റെ ചണ്ടാലിക നാടകത്തിനും ആധാരമായ കഥയുടെ ഒരു നാടകീയ സ്വഗതാഖ്യാനമാണ് ഇത്. ഇവിടെ ടാഗോർ ചണ്ടാലിയെ പ്രകൃതി എന്ന് വിളിച്ചെങ്കിലും സച്ചിദാനന്ദ വിളിക്കുന്നത് ബോധവതി എന്നാണ്. ഈ വ്യാഖ്യാനത്തിൽ ചണ്ടാലിയുടെ ഭൂതകാല ഭയമാണ് ഇതിലെ അമ്മ, ദാഹനീർ ചോദിക്കുന്ന ഭിക്ഷുവാകട്ടെ അവളുടെ ഉണരുന്ന ആത്മബോധമാണ്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ചണ്ടാലി ഞാൻ കറുത്തവൾ, ഈ കിണർ വെള്ളം എന്നെ പോലെ അച്യുതം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഓ കറുപ്പല്ലോ കുയിൽ മുകിൽ ഉർവര ഭൂമിയും പൂവിടും കാടും സൃഷ്ടിതൻ വർണ്ണം കറുപ്പ് നാം തുല്യരാം മർത്യർ ഒരേ തീ വഹിപ്പോർ ദാഹനീരെല്ലാം പനിനീർ സ്വയം നിന്ദ പാപം സ്വയം ഹത്യ പോലെ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സത്വബോധം ഉണർത്തുന്ന വരികളിലൂടെ കവിമനം അവൾക്ക് ഐക്യപ്പെടുമ്പോൾ ലിംഗവർണ്ണ വർഗ അധിഷ്ഠിതമായ അനീതികൾക്കെതിരെ നിലയുറപ്പിക്കുന്ന ആർജവത്തെ നമുക്ക് കാണാതിരിക്കാനാവില്ല. അതും ഇത്രമേൽ തീവ്രമായി ഇത്തരം വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. അതുപോലെ തന്നെ ഫാസിസം, പുരുഷാധിപത്യത്തെ പോലെ തന്നെ ഫാസിസം എന്നത് സമഗ്രാധിപത്യത്തെ പോലെ തന്നെ പുരുഷാധിപത്യത്തിന്റെയും പ്രത്യയശാസ്ത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പുരുഷന്മാരിൽ മാത്രമല്ല ഈ പുരുഷാധിപത്യം ഉള്ളത്, പുരുഷന്മാരാൽ നിന്ന് അടക്കവും ഒതുക്കവും ശീലിച്ച് അവർ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം കടക്കാത്ത ഈ സ്ത്രീകളും ചിലർ ഈ പ്രത്യയശാസ്ത്രത്തെ ഫാസിസത്തെ പിന്തുടരുന്നുണ്ട് എന്ന് പറയുന്ന അത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് സാക്ഷ്യങ്ങൾ എന്ന കവിതയിലൂടെയാണ്. ഈ കവിത ഈ ഗുജറാത്ത് കലാപവും കാലത്തും അതുപോലെ വടക്കേ ഇന്ത്യയിൽ നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഇത്തരം മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് പൊട്ടുതൊടിച്ച് ആരതിയൊഴിഞ്ഞ് സഹോദരന്മാരെയും ഭർത്താക്കന്മാരെയും വിടുന്ന ആ സ്ത്രീകൾ അവർ തന്നെയാണ് ഈ ലിംഗ സമത്വത്തിനായുള്ള പോരാട്ടങ്ങൾക്ക് ഒരു പരിധിവരെ തടസ്സം നിൽക്കുന്നത് എന്ന് കൂടി അദ്ദേഹം ഈ സാക്ഷ്യങ്ങൾ എന്ന കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലസ്തീനിലെ കവിയും പത്രപ്രവർത്തകയുമായ അസ്മാ സൈഫ് സച്ചിദാനന്ദനുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് താൻ സ്വയം എന്നും പകുതി പെണ്ണായിട്ടാണ് കരുതി പോന്നിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ കയറ്റം, ബോധവതി, വരട്ടെ, അതുപോലെ സ്ത്രീകൾ തുടങ്ങിയ കവിതകളിലെല്ലാം ഇത്തരം ഒരു ചായ്വ് സമീപനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾ ഉള്ളിൽ എന്ന കവിതയിൽ അദ്ദേഹം എഴുതുന്നു, കുട്ടിക്കാലത്ത് പെൺവേഷം കെട്ടി നൃത്തം ചെയ്തതിനെ കുറിച്ച്. ആ പെൺകുട്ടി ഉള്ളിലെക്കാലവും നൃത്തം ചെയ്യുന്നുണ്ടെങ്കിലും അവളെ ബോധപൂർവം മൂടിവെക്കുന്നുണ്ടെങ്കിലും ആവരണങ്ങൾ പൊട്ടിച്ച് ചിലപ്പോഴൊക്കെ അവൾ പുറത്തു വരാറുള്ളതിനെ കുറിച്ച്. പുരുഷന്മാർ കല്ലെറിയുമായിരുന്നില്ലെങ്കിൽ ഞാൻ നാൽക്കവലകളിൽ നൃത്തം ചെയ്തേനെ. ആണും പെണ്ണും കെട്ടവനെന്ന് എന്നെ വിളിച്ചോളൂ, ദൈവത്തിന് ഇല്ലാത്ത ലിംഗത്തെ ഞാനിതാ നിരാകരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അങ്ങനെ അദ്ദേഹം എഴുതുമ്പോൾ വർത്തമാനകാലത്ത് ലിംഗപരമായി ഏറ്റവും കൂടുതൽ നീതി നിഷേധങ്ങളും വിഭജനങ്ങളും നേരിടുന്ന ട്രാൻസ്ജെൻഡർ, ബൈസെക്ച്വൽ, ക്വിയർ, ഗേ, ലെസ്ബിയൻ വിഭാഗങ്ങളോടുള്ള ഒരു ഐക്യപ്പെടൽ, തുറന്നതും സ്വതന്ത്രവുമായ ഒരു സമീപനം ദർശിക്കാവുന്നതാണ്. ഇനി മനസ്സ് ഒരു ദ്വിലിംഗിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരുഷ കവികളുടെ ഉള്ളിലും അവരുടെ ഉള്ളില് സ്ത്രീത്വത്തെ കാണാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ സ്ത്രീകളുടെ രചനയിലും ഈ പുരുഷത്വത്തെ സൂചിപ്പിക്കുന്നതും കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ ഒറ്റയടിക്ക് ഈ എല്ലാ അസമത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യാനാകില്ല എങ്കിലും എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെ ഭാഗമായി ഈ അസമത്വങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനാകുമെന്നും ഉള്ള ഒരു പ്രത്യാശ അദ്ദേഹത്തിന്റെ കവിതകൾ
നിരന്തരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ഇത്തരം കവിതകൾക്ക് സാധിക്കും. അതുപോലെ സച്ചിദാനന്ദൻ എന്ന കവി ഉയർത്തിപ്പിടിക്കുന്ന ധീരവും തുറന്നതുമായ സ്വതന്ത്രവുമായ ഇത്തരം സമീപനങ്ങൾ, കവിതയിലൂടെയുള്ള ഈ തുറന്നെഴുതലുകളും പ്രതിഷേധങ്ങളും ഈ വരും കാല തലമുറയിലെ എഴുത്തുകാർക്ക് പ്രചോദനവും മാതൃകയും, അതുപോലെ തന്നെ വർഗവർണ്ണ ലിംഗാധിഷ്ഠിതമായ നിരവധി നീതി നിഷേധ സമരങ്ങൾക്ക് അല്ലെങ്കിൽ നീതി നിഷേധങ്ങൾക്കെതിരെയുള്ള അസമത്വങ്ങൾക്കെതിരെയുള്ള പ്രതിരോധിക്കാനുള്ള ഒരു ഊർജവുമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ പ്രബന്ധത്തിൻ്റെ പൂർണ്ണ രൂപം ഈ സച്ചിദാനന്ദം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, വായിക്കുക, അഭിപ്രായം പറയുക, കൂട്ടിച്ചേർക്കലുകളും നിർദ്ദേശങ്ങളും. എല്ലാവർക്കും നന്ദി. നന്ദി ദർശൻ ചേച്ചി. കാവ്യസമീക്ഷ 2 അടുത്തതായി പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീ ജിബിൽ പെരേരയാണ്. സച്ചിദാനന്ദന്റെ ഭക്തി പ്രസ്ഥാന കവിതകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ജിബിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ വിഷയം സച്ചിദാനന്ദന്റെ ഭക്തി പ്രസ്ഥാന കവിതകൾ. ഒരുപക്ഷെ വളരെ വിശാലവും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ എത്രത്തോളം അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വളരെ ഒന്ന് തൊട്ടു പോകുന്നതേ ഉള്ളൂ. 10 മിനിറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഒന്ന് തൊട്ടു പോകുന്നതേ ഉള്ളൂ. ഓക്കെ. 14 ഉം 17 നൂറ്റാണ്ടുകൾക്ക് മധ്യയാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അലകൾ നമ്മുടെ മണ്ണിലും മനസ്സിലും അലയടിച്ചു തുടങ്ങിയത്. ആശയറ്റ ജനങ്ങൾക്കിടയിലെ ഒരു വെളിച്ചത്തുരുത്താണ് ഭക്തി എന്ന നിലയിലാണ് അതിന് വ്യാപക പ്രചാരണം ലഭിച്ചത്. ഭക്തി കൊണ്ട് മോക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന ചിന്തയുടെ ആകെ തുകയായി വേണമെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അക്കാലത്ത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം, എഴുത്തച്ഛൻ്റെ ആദ്യാത്മരാമായണം, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ, രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഇവയൊക്കെ ജനഹൃദയങ്ങളിൽ ഏറെ സ്ഥാനം പിടിച്ചു. ഉത്തരേന്ത്യയിലെ കബീർദാസിന്റെ ശ്രീരാമദർശനങ്ങളും തുളസിദാസിന്റെ രാമചരിതമാനസവും കൃഷ്ണഭക്തിയായ മീരാബായിയുടെ ശ്രീകൃഷ്ണ ഭക്ത കൃതികളും സമാനമായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഇനി സച്ചിദാനന്ദനിലേക്ക് വരുമ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ വേറിട്ട ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് വായനക്കാരുടെ ഹൃദയം തൊടുന്നത്. മതപരമായ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവം, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെയും ഉള്ളിലൊതുങ്ങാത്ത ഒരു ആത്മീയ തലമാണ് സച്ചിദാനന്ദൻ തേടുന്നത്. അതിൽ ദൈവങ്ങളോടുള്ള നിരന്തര സംവാദങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. മനുഷ്യരിൽ നിന്ന് ദൈവങ്ങളിലേക്ക് ഇടനിലക്കാരില്ലാതെ സഞ്ചരിക്കുന്ന ഒരു പാലത്തിൻ്റെ അദൃശ്യമായ പ്രതിബിംബമുണ്ട്. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രവഹിക്കുന്ന ചിന്താധാരകളുടെ ബഹിസ്ഫുരണം എന്നോണമാണ് പല കവിതകളും വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിൽ ചുരുക്കം ചില കവിതകൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. എടുത്തു പറയുന്നതിൽ പറയുന്നു കബീർ, മീര പാടുന്നു, അക്ക മൊഴിയുന്നു, ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, തുക്കാറാം ദൈവത്തോട്, ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു, ദരിത, ജനുവരി, ഞാൻ, സാൽവദോർ ദാലി ദൈവത്തെ കാണുന്നു തുടങ്ങിയ ഏതാനും പ്രശസ്തമായ കവിതകളുടെ ഒരു ചെറിയ ഇത് മാത്രമേ പറയുന്നത്. ഇതിൽ പറയുന്നു കബീർ എന്ന കവിതയിൽ നോക്കുക. അരുണിമ ചാർത്തിയ സരയൂ തീരത്തൊരു പ്രാർത്ഥന പോൽ നിറയുന്നു കബീർ, കഴുകനുദിച്ചു നഖം നീട്ടുന്നൊരു പുലരിയിൽ മാനവ രക്തം പൂശിയ പകതൻ പാവുകളുമായൊരു വഴികളിൽ മൃദുല പ്രേമം നെയ്യും ഹൃദയമെറിഞ്ഞു നടക്കുന്നു കബീർ. ജനകീയ ആധ്യാത്മികതയുടെ ഒരു വക്താവായ കബീറിനെയാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മീര പാടുന്നു എന്ന കവിതയിൽ കടുത്ത കൃഷ്ണഭക്തി കൂടിയായ മീര താൻ ആയിരിക്കുന്ന ലൗകിക ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിശാലതയിലേക്ക് നഗ്നമായ മനസ്സോടെ ഇഴുകിച്ചേരാൻ കൊതിക്കുന്നതിന്റെ തൃഷ്ണ കാണാം. അതുകൊണ്ടാണ് മീര ഇങ്ങനെ പാടിവെക്കുന്നത്. തിരിച്ചെടുക്കുക രാജൻ വിലപ്പെട്ട പൊന്നും രാവിൻ നിരുളും ചേർത്തെനിക്കായി പണിത നീടം.
തിരിച്ചു തന്നാലും അങ്ങ് മുറിച്ചുരൻ ചിറകുകൾ പറക്കട്ടെ ഇവൾ സ്വച്ഛം ഉദയവാനിൽ. ഈ വരികളിൽ തന്നെ മീരയുടെ ആ കവിതയുടെ മുഴുവൻ സത്തും അടങ്ങിയിട്ടുണ്ട്. തുക്കാറാം ദൈവത്തോട് എന്ന കവിതയിലേക്ക് കടക്കുമ്പോൾ മറാഠ ഭക്തകവിയായ തുക്കാറാം ഒരു അരിക്കച്ചവടക്കാരനായിരുന്നു, ശുദ്രജാതിക്കാരനായിരുന്നു അദ്ദേഹം. അത്തരം ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കാരം അസാധ്യമെന്ന് ബ്രാഹ്മണർ വിധിയെഴുതി. തുടരെ തുടരെ വ്യക്തി ജീവിതത്തിൽ ദുരന്തങ്ങൾ വേട്ടയാടിയിരുന്ന ഒരാളാണ് തുക്കാറാം. കഠിന പരീക്ഷണങ്ങളുടെയും സാക്ഷാത്കാരത്തിന് മുമ്പുള്ള ആത്മവ്യതയുടെയും സംശയത്തിൻ്റെയും ഈശ്വരനുമായുള്ള രാഗദേശ ബന്ധത്തിൻ്റെതുമായ ആ ഘട്ടമാണ് ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ദൈവത്തോട് ഉടനീളം കലയിക്കുന്ന ആ നൊന്ത മനസ്സിൽ നിന്ന് അവസാനം വരുന്ന വരികൾ മാത്രം മതി തുക്കാറാം ദൈവത്തോട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. തെളിവ് വേണം നിന്നെ ദൈവമായി എണ്ണുവാൻ, ഇവിടെ ഈ മണ്ണിൽ പിറന്ന രൂപത്തിൽ വാ. ഈ 4 വരിയിൽ തന്നെ തുക്കാറാം ദൈവത്തോട് എന്നുള്ള സങ്കല്പം മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ശുദ്രനായ കവി തന്നെ എല്ലാ ദൈവസങ്കല്പങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ജാതീയ മേൽക്കോയ്മകളെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ കവിത അങ്ങനെ അവസാനിപ്പിക്കുന്നത്. അക്കമൊഴി എന്ന കവിതയിൽ നോക്കൂ. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ ജീവിച്ച നീലശൈവ ഭക്ത കവയിത്രിയായ മഹാദേവിക്കയാണ് ഇതിലെ കഥാപാത്രം. ശിവനെ 10ാം വയസ്സിൽ മനസ്സാവരിച്ച അക്ക കൗശിക രാജാവിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചുവെന്നും മുടികൊണ്ട് മാത്രം നഗ്നത മറച്ച് അലഞ്ഞു തിരിഞ്ഞുവെന്നും പറയപ്പെടുന്നു. അല്ലമപ്രഭുമായി വാദത്തിൽ ജയിച്ച് ആ ഭക്തകവിയുടെ ശിഷ്യയായെന്നും ശ്രീശൈലത്തിലെത്തി 20ാം വയസ്സോനോടടുത്ത് ശിവനിൽ ലയിച്ചുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ സ്ത്രീഭാവവും സന്യാസിഭാവവും ഇടകലർന്നാണ് അക്കയുടെ വാക്കുകൾ കടന്നു വരുന്നത്. കവിയത്രി ശിവനോട് നേരിട്ട് സംവദിക്കുന്ന പ്രേമത്തിന്റെ ഭാഷയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ഹേ ശിവ, ഹേ മല്ലികാർജുന, തുറക്ക നീ വാതിൽ വരികയായി നഗ്നിയാം വാക്ക് ഞാൻ. എൻ്റെ പൂവൊക്കെയും നിന്റെ, എൻ കനൽ നിന്റെ, എൻ്റെ ഉടലിൻ്റെ നിറപറ നിന്റെ, പൊലി നിന്റെ, എൻ്റെ സ്വപ്നത്തിലെ അമ്പിളിക്കല നിന്റെ. ഇങ്ങനെ ശിവനോടുള്ള അഗാധ ഭക്തി കവിതയിൽ ആകെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ചില വരികൾ അതിന്റെ തീവ്രത നോക്കൂ. എല്ലാ മരങ്ങളും കൽപ്പവൃക്ഷം, എനിക്കെല്ലാ ചെടികളും സഞ്ജീവനി, ശിലയെല്ലാം ശിവലിംഗം, മെത്തുന്നതത്രയും പുണ്യസ്ഥലം. സമാനമായ ശിവഭക്തിയുടെ താണ്ഡവം തുടിക്കുന്ന മറ്റൊരു കവിതയാണ് സത്യാമാഷ കവിതയാണ് ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു എന്ന കവിത. വീരശൈവ മതവിഭാഗത്തിൽ സ്ഥാപനായ ബസവണ്ണ കർണാടകത്തിലാണ് ജനിച്ചത്. 16ാം വയസ്സ് മുതൽ ശിവഭക്തനായി ജാതി വ്യവസ്ഥയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എതിരായിരുന്നു ബസവണ്ണ. പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് നാട് വിട്ട് വേദാഭ്യാസം നടത്തിയ അദ്ദേഹം കർണാടക ഭക്തി കവികളിൽ അഗ്രഗണ്യനായിരുന്നു. ബസവണ്ണ അധ്വാനത്തിന്റെയും പ്രകീർത്തനും സമത്വവാദിയും ആചാരവിരുദ്ധനുമായിരുന്നു. ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു എന്നീ കവിത ആ മൂല്യങ്ങളോട് ആവിഷ്കരിക്കുന്ന ഒരു സാങ്കല്പികമായ സന്ദർഭമാണ്. നോക്കൂ, എളിയവർ ദളിതർ നാം മെന്നാലും അനന്തത ഈ ഒരു പോൽ വിത്ത് നമുക്കുള്ളിൽ ഉറങ്ങുന്നു. അതിനെ നാം കൃഷ്ണ തന്നിൽ നിന്നും കാത്ത് വളമിട്ടുണർത്തുക, കളകൾ പറിക്കുക. പുഴു, ഗർവ്, കീടം, അസൂയ, സംസാരമേ പ്രളയമതിനാൽ നിദ്ര മരണമായി തീർന്നിടാം. ഉണരുക, ഇവിടെ നാം ഒന്നിച്ചു നിൽക്കുക, ഇവിടെ ഈ അത്തിച്ചുവട്ടിൽ. ഒരേ സമയം ഭക്തിയിലൂടെ തന്നെ ജാതി മത വേലിക്കെട്ടുകളില്ലാതെ ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള ആഹ്വാനം എന്നാണ് കവിത ഉടനീളം സഞ്ചരിക്കുന്നത്. സച്ചിമാഷ്ട കവിതയിലൂടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ കാഴ്ചകൾ വളരെ വളരെ വിശാലമാണ്. അതിനെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുക എന്നത് അത്യധികം ശ്രമകരവുമാണ്. ഞാൻ അതിനൊന്ന് തൊട്ടുപോയിട്ടുള്ളൂ, സമയത്തിന്റെ പരിമിതിയും കൊണ്ടും തന്നെയാണത്. ഭക്തി കൊണ്ട് തന്നെ ഈശ്വരനിൽ മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസികളുടെ പക്ഷം ചേർന്ന് കവി എഴുതുമ്പോൾ അതേ ഭക്തിയുടെ പേരിലുണ്ടാകുന്ന ജാതി മത വേർതിരിവുകളെ കവി സസൂക്ഷ്മം ചോദ്യം ചെയ്യുന്നു.
അതിനുതകുന്ന നിരവധി കഥാപാത്രങ്ങളെ നിരത്തി അനേകം കവിതകളുടെയാണ് ആ ആശയം കവി നമുക്ക് മുന്നിൽ പകർന്നു വെക്കുന്നത്. ഇനിയും ധാരാളം കവിതകളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. ഇപ്പോൾ സൂചിപ്പിച്ച കവിതകളിൽ തന്നെ നമുക്ക് അതിനെ ഇനിയും ആഴത്തിലേക്ക് ചെല്ലേണ്ടതുണ്ട് ഓരോ കവിതകളും. പക്ഷെ വൈകിയ വേളയിൽ ഈ സമയത്തിനുള്ളിൽ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. പൂർണ്ണമായ പ്രബന്ധം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടുത്തി വിശദമായ ഒരു പഠനക്കുറിപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാവ്യസമീക്ഷയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ദർശന, ജിബിൽ, അധ്യക്ഷയായി നെല്ലത്ത, ഇതിലെ കേൾവിക്കാരായിട്ടുള്ള സദസ്സിനെ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.